Hello friends, welcome to Toppers World. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപരീക്ഷ ചോദ്യപേപ്പറാണ് കേട്ടോ. അതായത് മോഡൽ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്റഗ്രേഷൻ്റെ ആണ് കേട്ടോ, ഉദ്ഗ്രഥനത്തിന്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ മുഴുവനായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് കണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എല്ലാവർക്കും തന്നെ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഫുൾ മാർക്കായിരിക്കും കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായി പഠിച്ചിട്ട് പോവുക എക്സാമിനിട്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ചോദ്യപേപ്പർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ചോദ്യപേപ്പർ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുക, എല്ലാ ചോദ്യപേപ്പറിന്റെ ലിങ്കും എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കാണുക. അപ്പം ഇത് നമ്മൾ ഉദ്ഗ്രഥനമാണ്, ഇന്റഗ്രേഷൻ. ഓൾറെഡി ഇന്റഗ്രേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഉദ്ഗ്രഥനത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് 5 പ്രവർത്തനങ്ങളായിരുന്നു ആ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. 5 പ്രവർത്തനങ്ങളാണ്. 6ാമത്തെ പ്രവർത്തനം 2ാം ദിവസത്തെ ഉദ്ഗ്രഥനമാണത്. അപ്പൊ 6ാം പ്രവർത്തനത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രവർത്തനം 6, മിഴിയുടെ പൂന്തോട്ടം. ആരുടെ പൂന്തോട്ടം? മിഴിയുടെ പൂന്തോട്ടം അല്ലേ. അപ്പൊ ഈ പൂന്തോട്ടത്തിന് നിറം കൊടുക്കുന്നതാണ് ആദ്യത്തെ. ഇവിടെ നിറം കൊടുക്കാനാണ് പറയുന്നത്. നിറം കൊടുത്തതിന് ശേഷം എന്തെഴുതണം? ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ വരിയാക്കിയിട്ട്, സെന്റൻസ് ആക്കിയിട്ട്, വാക്യമാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. അപ്പൊ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, പാറിപ്പറക്കുന്ന തുമ്പി, പൂവിൽ നിന്നും തേൻ കുടിക്കാൻ വരുന്ന തേനീച്ച, ഇല തിന്നുന്ന പുഴു. അങ്ങനെ എന്ത് ചെയ്യുക, സെന്റൻസ് ആക്കിയിട്ട് എഴുതുക. അടുത്തത് പ്രവർത്തനം 7, മഴ വന്നു. വരികൾ കൂട്ടിച്ചേർക്കൂ. വരികൾ കൂട്ടിച്ചേർക്കുന്ന ചോദ്യമാണ്. വരികൾ കൂട്ടിച്ചേർക്കുന്നത്, വരച്ച് യോജിപ്പിക്കുന്നത്, നിറം കൊടുക്കുന്നത്, ഇത്തരം ചോദ്യങ്ങളെല്ലാം എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വരികൾ കൂട്ടിച്ചേർക്കാം. തനതനതാന, തനതനതാന, മഴ വന്നു, തനതാന. ആര് വന്നു? മഴ വന്നു അല്ലേ. അടുത്തത് തനതനതാന, തനതനതാന. ആര് നടന്നു? ആരാ ചിത്രത്തിൽ കാണുന്നത്? ആട്. ആട് നടന്നു, തനതാന. അടുത്തത് തനതനതാന, തനതനതാന. ആര് വന്നു? ഇവിടെ 2 പേര് ചിത്രം കൊടുത്തിട്ടുണ്ട്. ആമയുണ്ട്, പുഴുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു ജീവിയുടെ ഇവിടെ എഴുതിയാൽ മതി. ആമ വന്നു, തനതാന. അപ്പൊ അടുത്തത് പുഴുവിന്റെ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? തനതനതാന, തനതനതാന, പുഴു വന്നു, തനതാന എന്ന് എഴുതണം. അടുത്ത 8ാമത്തെ പ്രവർത്തനം, വലിയ പൂക്കൾ, ചെറിയ പൂക്കൾ. ഇവിടെ ഒരു കൊട്ട കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? വലിയ പൂക്കൾ ഇടാനും ചെറിയ പൂക്കൾ ഇടാനും കൊട്ട കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏതൊക്കെ പൂക്കള്? വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലേക്കും വരച്ച് യോജിപ്പിക്കാനാണ് പറയണത്. വലിയ പൂക്കൾ ഏതൊക്കെയാന്ന് നോക്കൂ. ചെമ്പരത്തി, റോസ്, സൂര്യകാന്തി, താമര. ഇതെല്ലാം എന്താ? വലിയ പൂക്കൾ. ചെറിയ പൂക്കൾ ഏതൊക്കെ ഉൾപ്പെടുത്താം? മുല്ലയും തെച്ചിയാണ് ചെറിയ പൂക്കൾ. കാണുന്ന കൊട്ടയിലാണ് വരച്ച് ചേർക്കാൻ പറയണത്. അടുത്തത് 9ാമത്തെ പ്രവർത്തനം, പറന്നു പറന്ന്. പറക്കുന്നവരെ കണ്ടെത്തി വട്ടത്തിലാക്കും. ഇതിൽ ഏതൊക്കെ ജീവികളെ പറക്കുക? ആന പറക്കുവോ? ഇല്ല അല്ലെ. നമ്മൾ കാർട്ടൂണിൽ ചിലപ്പോൾ പറക്കുമായിരിക്കും. ശരിക്കും ആനകൾ പറക്കുവോ? ആനയോ പൂച്ചയോ മുയലോ ആമയൊക്കെ പറക്കുവോ? ഇല്ല കേട്ടോ. പറക്കുന്ന പക്ഷികൾ ഏതൊക്കെയാ? അതിന്റെ വട്ടം വരയ്ക്കുക കേട്ടോ. ഇതുപോലെ എന്ത് ചെയ്യുക, പക്ഷികൾക്ക് വട്ടം വരയ്ക്കുക. ഇവിടെ മയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. മയിൽ പറക്കുവോ? ഇല്ല. ഒരുപാട് ഹൈറ്റിൽ നമ്മൾ കാക്കയൊക്കെ പറക്കുന്ന പോലെ മയിൽ പറക്കാറുണ്ടോ? ഇല്ല. ഇതാരാ? അങ്ങനെ 4 പക്ഷികളുടെ ചിത്രമാണ് ഇവിടെ നമ്മൾ വട്ടം വരച്ചിരിക്കുന്നത്. അടുത്തത് പ്രവർത്തനം 10, മഴക്കാഴ്ചകൾ. വരയ്ക്കും നിറം നൽകും. അപ്പൊ നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു മഴക്കാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് വരച്ച് ആ ചിത്രത്തിന് എന്ത് ചെയ്യാ, നിറം കൊടുക്കുക. അതാണ് മഴക്കാഴ്ച. മനസ്സിലായല്ലോ? നല്ല നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക കേട്ടോ. വരച്ചിട്ട് നിറം കൊടുക്കുക. ഇവിടെ നമ്മൾ 5 പ്രവർത്തനങ്ങൾ. 2ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ ഇവിടെ ഉൾപ്പെടുത്തിയിരുന്നത്. വരയ്ക്കണം, നിറം കൊടുക്കണം തന്നെയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഇത്. എല്ലാവരും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. നമ്മൾ 1ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് തീർച്ചയായും കാണുക. ഇതേ ചോദ്യങ്ങൾ വരും എന്നല്ല പറയുന്നത്. ഇത് മോഡൽ ചോദ്യങ്ങൾ മാത്രമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളായിരിക്കാം എക്സാമിന് വരിക എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എല്ലാ ക്ലാസ്സുകളും കാണുക. നമ്മൾ ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും മലയാളം മീഡിയം കൂട്ടുകാരുടെ ഗണിതത്തിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും കാണുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അവർക്കും കൂടെ ഫുൾ മാർക്ക് കിട്ടണ്ടേ. അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.